ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ UK-യിൽ എമ്പാടും നടക്കുന്ന ഈ ഭയങ്കരമായ കലാപത്തെക്കുറിച്ച് ആണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് UK-യിൽ പലയിടങ്ങളിലായി കലാപം നീണ്ടുപോവുകയാണ്. ഫാർ റൈറ്റ് വിങ് നേതൃത്വം കൊടുക്കുന്ന ഈ കലാപം ഇപ്പോൾ UK മലയാളികൾക്ക് ഉൾപ്പെടെ ഉള്ള ഇമിഗ്രൻസിനെല്ലാം വളരെയധികം ദോഷകരമായിട്ട് വന്നിരിക്കുകയാണ്. പലയിടത്തും ഇമിഗ്രൻസിനെതിരെ വ്യാപകമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ബെൽഫാസ്റ്റിൽ ഒരു മലയാളി അക്രമത്തിനിരയായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിനെല്ലാം തുടക്കം കുറിക്കുന്നത് അതായത് ജൂലൈ 29-ാം തീയതി സൗത്ത് പോർട്ട്, ലിവർപൂളിനടുത്തുള്ള സൗത്ത് പോർട്ട് എന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു വലിയ വളരെ ദയനീയമായ ഒരു ട്രാജഡിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഡാൻസ് ക്ലാസ്സിലുണ്ടായ നൈഫ് ആക്രമണത്തിൽ 3 പെൺകുട്ടികൾ മരിക്കുകയും അതുപോലെ തന്നെ 5 കുട്ടികൾ കൂടി, 5 അതിൽ കൂടുതലോ കൃത്യം ഇപ്പോൾ എത്രയാണ്, 2 അഡൽട്ട്സ് ഉണ്ട്, അതായത് ടീച്ചേഴ്സ്, പിന്നെ 5-6 കുട്ടികൾ കൂടി ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. 3 പെൺകുഞ്ഞുങ്ങൾ മരിച്ചുപോയി. അതിനുള്ള ആയിട്ടാണ് ഇപ്പോൾ ഈ കലാപം നടക്കുന്നത്. അതായത് ഈ അക്രമം നടത്തിയത് 17 വയസ്സുള്ള ഒരു റുവാണ്ടൻ പേരൻസിൻ്റെ മകനാണ്. പക്ഷേ ആദ്യമൊക്കെ ഇറങ്ങിയ വീഡിയോയിൽ ഈ ഗവൺമെൻറ് ഈ അക്രമം നടത്തിയ ആളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയില്ല. അത് 18 വയസ്സ് തികയാത്തത് കൊണ്ടാണ്. 17 വയസ്സ്, അതായത് 18 വയസ്സ് തികയാൻ കുറച്ച് നാളും കൊണ്ട് ഒരു 1 or 2 വീക്സും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായി. ഇവർ തെറ്റായ ഊഹാപോഹങ്ങൾ വന്നു. അതായത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ് ഇത് നടത്തിയത്, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള ഒരു തെറ്റായ ഇൻഫർമേഷൻ പറഞ്ഞതിന് തുടർന്നാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷേ പിന്നീട് ഗവൺമെൻറ് അദ്ദേഹത്തിന് അയാളുടെ പേര് വെളിപ്പെടുത്തുകയും മുസ്ലിം അല്ല എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തെങ്കിലും മൊത്തത്തിൽ ഒരു ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള കലാപങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് മുസ്ലിംസിനെ മാത്രമല്ല എല്ലാ മൈഗ്രൻസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആരാണെങ്കിലും ഇപ്പം അവരുടെ കൂട്ടം കൂടി ലഹളയ്ക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇനിയും നാളെ പല സ്ഥലത്തും അവർ പ്രൊട്ടസ്റ്റൻ്റ് റാലികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ കെയർഫുൾ ആകണം. ഈ മെയിൻ സിറ്റികളിൽ കൂടെയോ ടൗണിൽ കൂടെയോ ഒന്നും നമ്മുടെ ആൾക്കാർ ഇറങ്ങി നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ബെൽഫാസ്റ്റിൽ തന്നെയാണ് ഒരു മലയാളിയെ ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം ആൾക്കാരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഒത്തിരി അറസ്റ്റുകളും നടന്നിട്ടുണ്ട്. 400 പേരെങ്കിലും അറസ്റ്റിലായിട്ടുണ്ട്. കുറേ പോലീസുകാർക്ക് പരിക്കേറ്റു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം റോദർഹാം, ടിംബർത്ത തുടങ്ങിയ സ്ഥലങ്ങളിലെ അസൈലം സീക്കേഴ്സ് താമസിച്ചിരുന്ന ഹോട്ടലിനെ തീ വെക്കുക വരെ ചെയ്തു. അവിടെ കയറി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി. അസൈലം ആൾക്കാർ ഹോട്ടലിനുള്ളിൽ തന്നെ ഉള്ളപ്പോൾ തന്നെ അവിടെ തീയിടുകയും ഹോട്ടൽ അഗ്നിക്കിരയാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെയധികം കെയർഫുള്ളായിരിക്കുക. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കൂട്ടം കൂടി വെളിയിലോട്ട് നടക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഇവരെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആൾക്കാർ കൂട്ടം കൂടി. ഇപ്പം ബസ്സിൽ യാത്ര കുറവാണ്, എന്നാൽ ഇപ്പോഴത്തെ വന്നിരുന്ന സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ബസ്സിലോ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉച്ചത്തിൽ നമ്മുടെ ഭാഷ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇവരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലണ്ടിലാണെങ്കിലും പല ഭാഗത്തും അവരുടെ ആൾക്കാർ കുറവും മൈഗ്രൻസ് കൂടുതലുമാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ആ സ്ഥലത്തു നിന്നും അവരൊക്കെ ഒഴിവായി പോകുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും അവർക്ക് എല്ലാവർക്കും അല്ല, പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇതിനെതിരെ വളരെയധികം പ്രതികരിക്കാനായിട്ട് ഇങ്ങനെ ഒരു അവസരം നോക്കിയിരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടിയാണ് ഇപ്പോൾ പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ജനതയ്ക്ക്
ഇത് അവർ പറയുന്ന വി ഹാഡ് ഇനഫ് എന്നാണ്. അതായത് അവർക്ക് മതിയായി, ഇത് അവർ സഹിച്ച് ക്ഷമിച്ചും മടുത്തു, ഇനി അവർ പ്രതികരിക്കുമെന്നാണ്. അവരുടെ മക്കളെ ഇനി കൊല്ലാൻ സമ്മതിക്കുകയില്ല. അവർ പറയുന്നതിൽ കാര്യമില്ലേ, 3 പെൺകുഞ്ഞുങ്ങളെ ആണ് കൊന്നു കളഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ അവരുടെ രാജ്യത്ത് കയറി അവരുടെ കുട്ടികളെ കൊല ചെയ്യുന്നു, അവരുടെ ആൾക്കാർക്ക് ദോഷകരമായ കാര്യങ്ങൾ വരുന്നു, അവരുടെ കൾച്ചറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കൾച്ചർ ഇവിടെ ആക്കാൻ നോക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇവിടെ ജോലി ചെയ്ത് ഇവരുടെ പൈസയും മേടിച്ച് ഇവിടെ ജീവിക്കാൻ, സ്വസ്ഥമായിട്ട് ജീവിക്കാനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അല്ലാതെ നമ്മുടെ കൾച്ചർ ഇവിടെ ആക്കി മലയാളീകരിക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇവരുടെ കൾച്ചറിനെ മാനിച്ചുകൊണ്ട്, ഇവിടുത്തെ ആൾക്കാരെ മാനിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊക്കെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കാം. ഇത്രയും കാലം ഇവിടെ ഇതുപോലൊരു അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ ഈ കുറേ നാളത്തേക്കെങ്കിലും വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ നമ്മുടേതായ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുള്ളിടത്ത് ആൾക്കാരുടെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ, വർത്താനം എല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവർക്ക്. എല്ലാവരും വിചാരിക്കും നമ്മുടെ കൾച്ചർ കാണിക്കാം, നമ്മുടെ വേഷവിധാനങ്ങൾ കാണിക്കാം, അതെല്ലാം അവർ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കും. കുറച്ച് പേരൊക്കെ എൻജോയ് ചെയ്യുന്നവർ കാണും. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഇതിനോട് ഭയങ്കര വിരോധം തോന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവണതകൾ കുറച്ച് വെക്കുക. അതായത് ഇപ്പോൾ പള്ളികളിൽ പോലും പറയുന്നുണ്ട്, നിങ്ങൾ പള്ളിയിലെ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവുക, പെട്ടെന്ന് വീട്ടിൽ പോവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മലയാളികൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഷ ശരിയാണ്, നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ, ജോലി സ്ഥലത്ത് ഒക്കെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് എവിടെയാണെങ്കിലും അവിടെ ഈ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പരസ്യമായിട്ട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരെയും സപ്പോർട്ട് ചെയ്ത് പറയണ്ട. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പം ഈ നമ്മൾ പറയുന്നതൊക്കെ വെളിയിലോട്ട് പോയിട്ട് അത് നമുക്കെതിരായിട്ട് വരും. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ പുറത്തിറങ്ങിയുള്ള നടപ്പും അതായത് എല്ലാം കുറയ്ക്കുക, യാത്രകൾ കുറയ്ക്കുക, അത്യാവശ്യത്തിന് മാത്രം കാര്യങ്ങൾക്ക് പോവുക, കാര്യം കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചെത്തുക. ഇതൊക്കെ നമുക്ക് സേഫ് ആക്കിയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പം എന്നാൽ നമുക്ക് അങ്ങനെ ഇവരെ പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തോട്ടിറങ്ങിയാൽ നമുക്ക് തന്നെയാണ് ആപത്ത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആൾക്കാർ ഇപ്പം പണ്ടൊക്കെ ഇത്രയും ആൾക്കാരില്ല, ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഇമിഗ്രൻസ് ഇവിടെ ഒത്തിരി കൂടി കഴിയുമ്പോൾ തന്നെ ഇവർക്ക് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചില വാർഡുകളിലൊക്കെ ഇംഗ്ലീഷ് നേഴ്സസ് ഒന്നും കാണാനില്ല. അങ്ങനെയാണ് ഓരോ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇംഗ്ലീഷുകാർ കുറവ്, മൈഗ്രൻസ് കൂടുതൽ. ഇതൊക്കെ അവർക്ക് ഭയങ്കരമായ ഒരു എതിർപ്പ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ആവശ്യത്തിന് ജോലിക്ക് എത്താത്തതാണ് കാരണമെന്ന് പറഞ്ഞാലും അവരത് അംഗീകരിക്കാൻ പാടാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോലും വന്ന് കിടക്കുന്ന പേഷ്യൻസിൽ പലരും, അതായത് പ്രായമായവരാണല്ലോ, അവർക്കൊക്കെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചില സമയത്ത് പുറത്തോട്ട് വരുന്നത്, അതായത് ചിലപ്പോൾ ഓർമ്മശക്തി ഇല്ല, അല്ലെ ശരിയായ ബോധം ഇല്ലാത്ത സമയത്ത് അവരുടെ ഉള്ളിലുള്ള മൈഗ്രൻസിനോടുള്ള രീതി, അവരുടെ ഉള്ളിലിരിക്കുന്ന എതിർപ്പ് ഒക്കെ പുറത്തോട്ട് വരുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. കുറച്ച് പേരൊക്കെ ഉണ്ട്, നമ്മുടെ അയലോക്കത്തുള്ളവരും നമ്മളെ അറിയുന്നവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ നമ്മളെ കാര്യമായിരിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ നടക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ദുഃഖിക്കാതിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളോടും പറയുക, ഇപ്പോൾ ഈ സമയത്തൊക്കെ വെളിയിലിറങ്ങി ഒത്തിരി നടക്കാതെയും പബ്ബുകളോ ക്ലബ്ബുകളോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംഘം കൂടി നടക്കുന്നവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ ഇടയിൽ പെട്ടുപോകാതെ ഒറ്റപ്പെട്ട് നടക്കാതെ ഒക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതായത് നാളെ പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു
ഒരു അപ്ഡേറ്റ് ഞാൻ തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതൊന്നും ആരും തെറ്റായി എടുക്കരുത്. നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയെ കരുതി പറയുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഇത് കേൾക്കുമല്ലോ. അങ്ങനെ പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ആൾക്കാർക്ക് വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.